വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ചും അതുപോലെ തന്നെ നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ചുമാണ്. നമ്മൾ ധാരാളം ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ബർദോളി ഗാന്ധി ആരാന്ന് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ എന്നാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്, ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്ന ആ ഒരു സത്യാഗ്രഹം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ് നടന്നത്. ഈ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്, അല്ലെങ്കിൽ ആരാ നടത്തിയെന്ന് ചോദിച്ചാൽ കർഷകരാണ് നടത്തിയത്. കർഷകരാകുമ്പോൾ എന്തിനെതിരെയായിരിക്കും? ഭൂനികുതി വർധനവിനെതിരെയായിരിക്കും. അപ്പോൾ ഭൂനികുതി വർധനവിനെതിരെ 1928 ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബർദോളി സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത് കേട്ടോ. അതാണ് ബർദോളി സത്യാഗ്രഹം. ഈ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായി പട്ടേലാണ്. അപ്പൊ ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാ? സർദാർ വല്ലഭായി പട്ടേലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ബർദോളി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ബർദോളി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ നമ്മൾ പറയാം? സർദാർ വല്ലഭായി പട്ടേലിന്റെ പേരാണ് പറയാം. ഇനി എന്നാ ബർദോളി സത്യാഗ്രഹം നടന്നതെന്നാ പറഞ്ഞത്? നമ്മൾ 1928 അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം ബർദോളി സത്യാഗ്രഹത്തിനൊക്കെ നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ ബർദോളി സത്യാഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് നേതൃത്വം നൽകിയതിലൊക്കെ സന്തോഷിച്ച് അല്ലെങ്കിൽ അതിനെ അനുസ്മരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് നൽകുകയുണ്ടായി. ആ സ്ഥാനപ്പേരാണ് സർദാർ. അപ്പോ എന്താണ് സർദാർ വല്ലഭായി പട്ടേൽ എന്ന് അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം അതാണ്. മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക്? അപ്പോ ഗുജറാത്തിലെ ബർദോളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കർഷകർക്ക് വേണ്ടി, ആ കർഷകർക്ക് കൂടുതൽ ഭൂനികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരത്തെയാണ് നമ്മൾ ബർദോളി സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത്. ഇത് 1928 നടന്നത്. ഇനി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ബർദോളി ഗാന്ധി എന്ന് വിളിച്ചു. ഇനി ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിൽ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ സ്ഥാനപ്പേരാണ് സർദാർ. പിന്നീടാണ് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് അറിയപ്പെട്ടത്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട്, ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് നെഹ്റു റിപ്പോർട്ടാണ്. അപ്പോ നമ്മള് 1928 ബർദോളി സത്യ 28 വരെ എത്തി അല്ലെ. അപ്പൊ ഏകദേശം നമ്മുടെ എന്താ പറയാ 1947 നമുക്ക് സ്വാതന്ത്ര്യം. അപ്പൊ ഏകദേശം സ്വാതന്ത്ര്യത്തോട് അടുത്ത് നിൽക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്കൊരു ഡൊമിനിയൻ പദവി വേണം, സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്നൊക്കെയുള്ള പല പല നിർദ്ദേശങ്ങളും പല പല നേതാക്കളും ബ്രിട്ടീഷുകാരോട് പല സമയങ്ങളിലായിട്ട് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 1928 ഒരു ഓൾ ഇന്ത്യ കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. കൊൽക്കത്തയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തില് 1928 കോൺഗ്രസ് സമ്മേളനത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുകയാണ്. എന്താവശ്യപ്പെട്ടു? ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി വേണം. അങ്ങനെ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട, ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി വേണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1928 കൊൽക്കത്ത സമ്മേളനം എന്ന് പറയും. അങ്ങനെ നമ്മുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട്, ഇന്ത്യക്കാരുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി തരാൻ ബ്രിട്ടീഷുകാർ നമ്മളോട് തന്നെ ആവശ്യപ്പെടുകയാണ്. മനസ്സിലായോ? അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയത് കൊണ്ട് ആ റിപ്പോർട്ടിന് എന്ത് വന്നു? നെഹ്റു റിപ്പോർട്ട് എന്ന് പേര് വരികയാണ്. ഈ നെഹ്റു റിപ്പോർട്ട് എന്നാ സമർപ്പിച്ച്? 1928 ഓഗസ്റ്റ് 10 സമർപ്പിക്കുന്നത്. 1928 ഓഗസ്റ്റ് 10 നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അങ്ങനെ നെഹ്റു റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റു തയ്യാറാക്കി അത് സമർപ്പിക്കുകയാണ്. പക്ഷേ നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പൊ അദ്ദേഹത്തിന് നെഹ്റു റിപ്പോർട്ടിനെ അനുകൂലിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായില്ല. അതിന് പകരമായിട്ട് അദ്ദേഹം ഒരു എന്താ പറയാ കുറച്ച് പോയിന്റുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനെ നമ്മൾ എന്താ പറയാ ജിന്നയുടെ 14 പോയിന്റുകൾ എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെ ജിന്ന നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1929. അപ്പൊ ആരാണ് നെഹ്റു റിപ്പോർട്ട് തള്ളിക്കളഞ്ഞത്? മുഹമ്മദ് അലി ജിന്നയാണ്. നെഹ്റു റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ജിന്ന സമർപ്പിച്ചത് എന്താണ്? 14 പോയിന്റുകളാണ്. ആ 14 പോയിന്റുകളാണ് അദ്ദേഹം വെച്ചത്.
നെഹ്റു റിപ്പോർട്ട് എന്താണെന്നാ പറഞ്ഞത്? നമുക്കൊരു ഡൊമിനിയൻ പദവി വേണം എന്നും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വേണമെന്നും മുറവിളി കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പല നേതാക്കളും പല സമ്മേളനങ്ങളിലൊക്കെ മുറവിളി കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മൾ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി ആർക്ക് കൊടുക്കൂ? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കൂ എന്ന് പറയാണ്. അങ്ങനെ മോത്തിലാൽ നെഹ്റു അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കണം. ഭരണഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഭരണഘടന തയ്യാറാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എഴുതി കൊടുത്ത ആ റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്നത് നെഹ്റു റിപ്പോർട്ട് എന്നാണ്. സമർപ്പിച്ചത് എന്നാണ്? 1928 ഓഗസ്റ്റ് 10-നാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ചും നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ചും. ബർദോളി സത്യാഗ്രഹം എന്നാ നടന്നതെന്ന് പറഞ്ഞു? 1928. എവിടെ നടന്നു? ഗുജറാത്തിൽ നടന്നു. എന്തിനെതിരെ നടന്നു? ഭൂനികുതി വർധനവിനെതിരെ നടന്നു. ആര് നടത്തി? ഗുജറാത്തിലെ കർഷകർ നടത്തി. അതിന്റെ നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ആ സർദാർ എന്ന ബഹുമതി അദ്ദേഹത്തിന് ഗാന്ധിജി നൽകിയത് ഈ ബർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണെന്ന് ഓർത്തു വെക്കാം അല്ലെ. അതുപോലെ തന്നെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് ഓർമ്മയുണ്ടാവണം. നെഹ്റു റിപ്പോർട്ട് എന്നാ സമർപ്പിച്ച്? 1928 ഓഗസ്റ്റ് 10-നാണ് സമർപ്പിച്ചത്. ആരാണ് സമർപ്പിച്ചത്? മോത്തിലാൽ നെഹ്റു ആണ് സമർപ്പിച്ചത്. എന്താണ് ഈ സംഭവം? ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മോത്തിലാൽ നെഹ്റു തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത്, ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി വേണം എന്ന് ആവശ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? 1928 കൊൽക്കത്ത സമ്മേളനമാണ്. ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം, നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. അതിനുശേഷം അദ്ദേഹം സമർപ്പിച്ചത് എന്താണ്? അതായത് അദ്ദേഹം 1924 14 പോയിന്റുകൾ അവതരിപ്പിച്ചു. 1929 എന്തവതരിപ്പിച്ചു? അദ്ദേഹം ഒരു 14 പോയിന്റുകൾ അവതരിപ്പിക്കുകയാണ്. അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ചും ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ചും പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.